നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർക്ക് മിഥ്യാധാരണയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പാസ്സാക്കി കിട്ടിയതിനെ കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഡെമോ അക്കൗണ്ട് അല്ലെങ്കിൽ ചാലഞ്ച് പാസിങ്, അവരോരോ ഫേസ് ഉണ്ടാവും. സിംഗിൾ ഫേസ്, ഡബിൾ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ 2 പ്രാവശ്യം അക്കൗണ്ട് പാസ്സാക്കി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അക്കൗണ്ട് പാസ്സാക്കി കാണിച്ചു കൊടുക്കുക ഡെമോ അക്കൗണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ടിൽ ലോഗിൻ ഡീറ്റെയിൽസ് കിട്ടില്ല. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത് ലൈവ് അക്കൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കാര്യങ്ങൾ കൊണ്ട്, അത് മാത്രം കൊണ്ട്. അപ്പോൾ അതിൽ റൂൾസ് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഡെമോ അക്കൗണ്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫേസസ്, ഈ ഒരു ചാലഞ്ച് പാസ്സാക്കാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ചില പ്രോഫോംസ്, അതായത് പ്രോഫോംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ പ്രോഫോംസ് എന്ന് പറയാം. ദയവായിട്ട് ഇപ്പം ഇതിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ വീഡിയോ കാണുന്നുണ്ട്. ദയവായിട്ട് ഒന്നും വിചാരിക്കരുത്, ബേസിക്കായിട്ട് ഒന്നും അറിയാത്ത സാധാരണക്കാരനായിട്ടുള്ള ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും അറിയാണ്ട് തന്നെ തുടങ്ങിയത്. അപ്പോൾ നമുക്കൊന്നും ഇതുവരെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ദയവായിട്ട് അറിവുള്ളവർ ക്ഷമിക്കുക, എൻ്റെ അടുത്ത് ക്ഷമിച്ചേക്കൂ. ഓക്കെ. അപ്പോൾ അത് 2 ടൈപ്പിൽ നമുക്ക് പാസ്സാക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നമുക്ക് മാനുവലി നമുക്ക് പാസ്സാക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേത് നമുക്ക് HFT ബോട്ട്, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്ന് പറയും. HFT ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമുക്ക് പാസ്സാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് മീൻസ് അത് പാസ്സാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരു കാലത്ത് നമ്മളും പാസ്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, അങ്ങനെ പെട്ടെന്ന് പാസ്സാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്കത് ലൈവ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ HFT ബോട്ട് ഒരിക്കലും ലൈവ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളത് ഇതിനു മുന്നേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് എന്തുകൊണ്ട് ലൈവ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി, കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് ജസ്റ്റ് പാസ്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി, അവർക്ക് പെട്ടെന്ന് തന്നെ പൈസ ആക്കാൻ വേണ്ടി പറ്റും. എനിക്ക് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാരാണ്, അറിയുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്താ പറയുക, അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡെമോ അക്കൗണ്ട് ആകുന്ന സമയത്ത് അതിൽ കൂടുതൽ പ്രോഫോംസും അല്ലെങ്കിൽ ഈ ഫണ്ടഡ് അക്കൗണ്ട്സും ഇതിൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം ഡ്രോ ഡൗൺ ആണ്. നമുക്ക് വരുത്താൻ പറ്റുന്ന നഷ്ടങ്ങൾ, ഡ്രോ ഡൗണിനെ പറ്റിയിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ആ പ്രീവിയസ് വീഡിയോസിൽ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിശ്ചിത ശതമാനം നമുക്ക് ലോസ് പോയി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് അടിച്ചു പോകും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില പ്രോഫോംസ് കൺസിസ്റ്റൻസി റൂൾസും നോക്കുന്നുണ്ട്, നമുക്ക് എടുക്കുന്ന കൺസിസ്റ്റൻസീസ്. സോ ലൈവ് അക്കൗണ്ടിൽ പോകുന്ന സമയത്ത് ഡ്രോ ഡൗൺ തീർച്ചയായും നമുക്ക് ഇത്ര നിശ്ചിത ശതമാനം ലോസ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് നിർബന്ധമായിട്ടും ലൈവ് അക്കൗണ്ടിൽ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കൺസിസ്റ്റൻസി റൂൾസും കൂടി അവർ നോക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പട്ടിപ്പണിയെടുത്ത് ട്രേഡ് ചെയ്ത പൈസ നമുക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും, പൊറാട്ട് നാടകങ്ങൾ അവിടെ നടത്തും. അതിനുള്ള റൂൾസിനെയാണ് കൺസിസ്റ്റൻസി റൂൾസ് എന്ന് പറയുന്നത്. അതിൽ കൺസിസ്റ്റൻസിയിൽ തന്നെ പിന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്നാലും ഏതൊക്കെയാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് എടുക്കുന്ന ലോഡ് സൈസ് കൺസിസ്റ്റൻസി. നമുക്ക് ഡെമോലാകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ലോഡ് സൈസ് കാര്യങ്ങളെടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ അത് ലൈവിൽ പാടില്ല, അതിന് ഓരോ പ്രൊപ്പോർഷൻസ് ഉണ്ടാകണം. ഭൂരിഭാഗം പെർഫോമൻസിനും അത് നല്ലൊരു ഭയങ്കരമായിട്ട് അവർ ഫോളോ ചെയ്യുന്നൊരു നയമാണ്, നമുക്ക് പ്രോഫിറ്റ് തരാതിരിക്കാൻ വേണ്ടിയിട്ട്. കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്തത് ടൈം കൺസിസ്റ്റൻസി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഡെമോലാകുന്ന സമയത്ത് 1 സെക്കൻഡിൽ തന്നെ, ഇപ്പോൾ HFT ബോട്ടൊക്കെ ആണെങ്കിൽ 1 സെക്കൻഡിൽ തന്നെ 5-6 ട്രേഡൊക്കെ എടുക്കുന്ന ട്രേഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ സെക്കൻഡിൽ ഓരോ ട്രേഡ് വേണേലും മാനുവലി എടുക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ലൈവ് പോകുന്ന സമയത്ത് അവർ നിശ്ചിത ഇടവേളകൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ പ്രോഫിറ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഭൂരിഭാഗം ആൾക്കാർക്കും പണി കിട്ടുന്നൊരു കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡെമോ ആകുന്ന സമയത്ത് നമുക്ക് എത്ര IP അഡ്രസ്സ് വേണേലും ചെയ്യാം. നമുക്കിപ്പം മൊബൈൽ ഡാറ്റയിലോ അല്ല വേറെ ആരെങ്കിലും ഫ്രണ്ട് പാസ്സാക്കി തരുമോ, എങ്ങനെ വേണേലും നമുക്ക് ഏത് IP അഡ്രസ്സിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. IP അഡ്രസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫോണിൽ നിന്ന്, അത് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു മൊബൈൽ ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു അക്കൗണ്ട് MT4 MT5 ലോഗിൻ ചെയ്തു. അപ്പോൾ അവിടെ ഒരു IP അഡ്രസ്സിൽ ലോഗിൻ ആയി. നമ്മൾ നേരെ മറിച്ച് വേറൊരു ഫോണിൽ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ IP അഡ്രസ് ലോഗിൻ എന്ന് പറയും. ഇനി അതല്ല, നമ്മുടെ ഫോണിൽ തന്നെ വൈഫൈ വെച്ചിട്ട്, വീട്ടിലെ വൈഫൈ വെച്ചിട്ട് കണക്ട് ചെയ്തു, മൊബൈൽ ഡാറ്റ വെച്ചിട്ട് കണക്ട് ചെയ്തു, 2 IP അഡ്രസ് ലോഗിൻ ആയി. നമ്മളിപ്പോൾ ഓഫീസിലോ അല്ല വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വേറൊരു വൈഫൈ വെച്ചിട്ടും കണക്ട് ചെയ്തു. സോ 3 IP അഡ്രസ് ലോഗിൻ ആയി. സോ മൾട്ടിപ്പിൾ IP അഡ്രസ് ലോഗിൻ അവർ കൈയോടെ പൊക്കും. ആ ഒരു പ്രോഫിറ്റ് നമുക്ക് തരില്ല. ചിലപ്പോൾ അക്കൗണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യാനും സാധ്യതകൾ ഉണ്ട് ഭൂരിഭാഗവും.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. കോപ്പി ട്രേഡിങ്ങോ സിഗ്നൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ലൈവ് അക്കൗണ്ടിൽ പോസിബിൾ അല്ല. അതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടത് പോസിബിൾ അല്ല എന്നുള്ളത്. ചില സമയത്ത് റോബോട്ടിക് ട്രേഡ്, ചില സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ നമുക്ക് ഓട്ടോമാറ്റിക് ട്രേഡിംഗ് റോബോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് എന്താണ് ഡെമോയിൽ പോസിബിളാണ് അതിലൂടെയുള്ള ട്രേഡ്, അത് ലൈവിൽ പോസിബിൾ അല്ല. അത് മെയിൻ റീസണാണ് ഭൂരിഭാഗം ആൾക്കാരുടെ അക്കൗണ്ടും ബ്ലോക്കാകാനും അടിച്ചു പോകാനും ഉള്ളത്. അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ മെമ്മറിയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അറിയുന്ന കാര്യങ്ങളെക്കാട്ടിയും കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം സ്റ്റിൽ അതിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുക ചെയ്യുക. നമ്മൾ ട്രേഡ് ഓരോരൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ അക്കൗണ്ട് അടിച്ച് പോകുന്ന സമയത്ത് നല്ല പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. കാരണം ഓരോ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വലിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ച് പോവുക മീൻസ് ആ ഒരു പൈസ വെള്ളത്തിൽ കലക്കിയ പോലെ തന്നെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോ ഇതേപോലത്തെ റൂൾസ് പഠിക്കുന്നത്. നമ്മളിപ്പം എന്താണെന്ന് ഒരു അക്കൗണ്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൈ വെച്ചിട്ട് അവരെ പ്രാകുന്നതിന് പകരം അതിന് എന്തുകൊണ്ട് ആ അക്കൗണ്ട് പോയി, എന്താണ് അതിന് കാരണം എന്ന് കൃത്യമായിട്ട് അതിൻ്റെ പിറകിൽ നടന്നിട്ട് അലഞ്ഞിട്ട് ഒരു ഭ്രാന്തമായുള്ള അലച്ചിൽ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന അറിവാണ് ഇത്. അപ്പോൾ നമ്മൾ ചുമ്മാ വെറുതെ ഇരിക്കുകയോ കാര്യങ്ങളോ, നമ്മളും ട്രേഡേഴ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പിറകിൽ എന്തൊക്കെയാണ് റൂൾസ് എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതുകൊണ്ടാണ് ഇത്രയും റൂൾസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടുതൽ റൂൾസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇനി പണി കിട്ടുമ്പം അറിയും. നമുക്കെല്ലാം നിങ്ങൾക്കായാലും ആർക്കായാലും കിട്ടുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വേറെയും റൂൾസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ട്രേഡിലിപ്പം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തോളം ഈ ഒരു ടൈമിൽ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് വിഡ്രോവൽ തരുന്ന സമയത്ത് ഭൂരിഭാഗം ഫണ്ടഡ് അക്കൗണ്ട്സ് അല്ല പ്രോഫേംസ് വിഡ്രോവൽ തരാതിരിക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ട്. ഓക്കെ, എന്നിരുന്നാലും അവർ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവിടെയുള്ളത്, അവർക്ക് നന്നാകാൻ വേണ്ടിയിട്ടാണ്. അത് എന്താ പറയുക, തുണി കൊടുക്കാത്ത സത്യം, നഗ്ന സത്യമാണ്. അപ്പോൾ അതിൽ എന്താ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മിനിമം പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, അവർ ഇപ്പം ഉദാഹരണത്തിന് ഭൂരിഭാഗം ഫണ്ടഡ് അക്കൗണ്ട്സ് ഒരു $250 $200 മിനിമം ഉണ്ടാവും. സോ അത് നമ്മളൊരു $300 $400 $500 മാത്രം പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, ആദ്യത്തെ 2 3 വിഡ്രോവൽ ആ രീതിയിൽ മാത്രം കൊണ്ടുപോവുക. എന്നിട്ട് ഗ്രാജ്വലി നമ്മൾ എന്താക്കുക, പ്രോഫിറ്റിൻ്റെ അളവ് മെല്ലെ മെല്ലെ അങ്ങോട്ട് കൂട്ടുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഫിറ്റ് മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് തന്നെ 5 വിഡ്രോവൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒറ്റ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് അക്കൗണ്ടിൽ നിന്ന് 5 6 10 എടുത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒറ്റ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടും ഇവരെന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചോണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. സോ നമ്മളും അതിൽ ചെയ്തിട്ടുള്ളത് ആദ്യം മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഉയർത്തി കൊണ്ടുവന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അവർ തരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. ഒറ്റയടിക്ക് നമ്മുടെ അവിടെ കഴിവ് തെളിയിച്ചിട്ട് ഒരുപാട് പ്രോഫിറ്റ് അങ്ങ് കയറ്റി കൊണ്ടുപോകരുത്. സോ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.